നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ധനവാനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, നല്ല നല്ല യോഗങ്ങൾ ഉള്ളവനായിക്കോട്ടെ, പ്രശസ്തിയുള്ളവൻ ആയിക്കോട്ടെ, ചില ദിവസങ്ങൾ നല്ലതായിട്ടും ചില ദിവസങ്ങൾ മോശമായിട്ടും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് ചന്ദ്രൻ്റെ ചാരഫലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചന്ദ്രൻ്റെ ചാരഫലം അനുസരിച്ച് ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. 10-ാം തീയതി ഞായറാഴ്ച മുതൽ 16-ാം തീയതി ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6-9 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം, ബന്ധുജന സമാഗമവും ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6-9 ശേഷം വ്യാഴാഴ്ച രാവിലെ 9-5 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക. 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-5 ശേഷം 16-ാം തീയതി രാവിലെ 11:43 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. എടവക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും ജന്മത്തിലും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-5 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, പല വഴികളിൽ നിന്നുള്ള ധനലാഭം, ബന്ധുസമാഗമവും ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-5 ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചെലവിന് സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 ശേഷം അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്തത് മകീരം അന്ത്യപകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6-9 വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സിദ്ധിക്കുക. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6-9 ശേഷം 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ സംജാതമാകുക, ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. ശനിയാഴ്ച രാവിലെ 11:43 ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിന് സാധ്യത ഉള്ളതിനാൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് പുണർദം കാൽഭാഗം, പൂയം,
ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:05 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. വ്യാഴാഴ്ച രാവിലെ 9:05 ശേഷം ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു, കാര്യവിജയം. പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, പല വഴികളിൽ നിന്നുള്ള ധനാഗമനം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6:09 വരെ വളരെ അനുകൂലമാകുന്നു, കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6:09 മുതൽ 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:05 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക. 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:05 മുതൽ 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക. ഉദരസംബന്ധമായിട്ടുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 മുതൽ വളരെ അനുകൂലമാകുന്നു, കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:05 വരെ വളരെ അനുകൂലമാകുന്നു, കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറികളിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. കൂടാതെ രോഗശമനവും ശത്രുനാശവും ഫലങ്ങളാകുന്നു. 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:05 മുതൽ 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക. 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സിദ്ധിക്കുക. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6:09 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6:09 ശേഷം 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 വരെ അനുകൂലമാകുന്നു, കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു.
അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6-9 വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സിദ്ധിക്കുക. 12-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 6-9 മുതൽ 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-5 വരെ അനുകൂലമല്ല, കാര്യതടസ്സം, മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു. 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-5 മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6-9 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, സൗഖ്യം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6-9 മുതൽ 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-5 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. വ്യാഴാഴ്ച രാവിലെ 9-5 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു. 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, ശത്രുവിന്മേൽ വിജയവും രോഗശമനവും ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6-9 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച രാവിലെ 6-9 മുതൽ 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-5 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ഭാര്യ ഭർത്തൃ സൗഖ്യം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-5 മുതൽ 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സിദ്ധിക്കുക. ശനിയാഴ്ച രാവിലെ 11:43 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക. അടുത്തത് അവിട്ടം, അന്ത്യപകുതി, ചതയം, പുരുരുട്ടാതി, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6-9 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ചൊവ്വാഴ്ച രാവിലെ 6-9 മുതൽ 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-5 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക. വ്യാഴാഴ്ച രാവിലെ 9:05 മുതൽ 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ഭാര്യാഭർത്തൃ സൗഖ്യം,
ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 16-ാം തീയതി രാവിലെ 11:43 മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക. അടുത്തത് പുരുരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6:09 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചെലവിന് സാധ്യതയുള്ളതിനാൽ ധനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച രാവിലെ 6:09 മുതൽ 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:05 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. വ്യാഴാഴ്ച രാവിലെ 9:05 മുതൽ 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:43 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ശനിയാഴ്ച രാവിലെ 11:43 മുതൽ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ഭാര്യാഭർത്തൃ സൗഖ്യം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ദോഷാനുഭവങ്ങൾ കുറയട്ടെ എന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.